ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ അറിയണം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യണം എന്ന് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക. അതോടൊപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ചും നിങ്ങൾ മനസ്സിലേക്ക് ഓർക്കുക. വേറെ ചിന്തകളൊന്നും നിങ്ങളുടെ മൈൻഡിലേക്ക് വരാതിരിക്കട്ടെ. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർത്തും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സിക്സ് ഓഫ് കപ്സ്, സെവൻ ഓഫ് സോൾസ്, Ace of Swords, Seven of Cups, Two of Wands, Nine of Pentacles, King of Pentacles, Temperance, Eight of Wands, Nine of Cups, Six of Swords, Judgment, Queen of Swords, Knight of Swords, High Priestess, Six of Pentacles, the Chariot, Six of Wands. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ നിന്നും ഈ ഒരു വ്യക്തി യാതൊരുവിധ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാതെ പല കാര്യങ്ങളും ഹൈഡ് ചെയ്തിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു വ്യക്തികളാണ്. ചിലവരുടെ കേസിൽ ഒരു ചീറ്റിംഗ് എനർജി ആയിരിക്കാം. മറ്റു ചിലരുടെ കേസിൽ അവർക്ക് നിങ്ങളോട് പെട്ടെന്നൊന്നും പറയാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ സാധിച്ചിട്ടില്ല. ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ വന്ന ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ബന്ധത്തിൽ യാതൊരുവിധ കോൺവെർസേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പോയവരാണ്. സാഹചര്യങ്ങൾ കൊണ്ടിട്ട് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി പോയിരിക്കുന്നവരുടെ എനർജിയും ഇവിടെ കാണിക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു എക്സ്ട്രാ മെറിറ്റൽ പോലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, ലവേഴ്സ് ആയിരിക്കാം നിങ്ങൾ. ഇപ്പൊ ചിലവരുടെ കേസിൽ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ എനർജീസും കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും റിലേഷൻഷിപ്പിന്റെ ഒരു ഓവറോൾ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുള്ള വ്യക്തികൾ തന്നെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു സാഹചര്യം കൊണ്ടിട്ട് അവരുടെ ലൈഫിൽ സംഭവിച്ചു പോയിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കായിരിക്കും കൂടുതലായിട്ട് റീഡിംഗ് കണക്ട് ആവുക. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരുപാട് അവരെ ചേസ് ചെയ്ത് പോയ വ്യക്തികളായിരിക്കും. അങ്ങനെ ഒരുപാട് നിങ്ങൾ ചേസ് ചെയ്തിട്ട് പോയിട്ടും, ഒരുപാടെന്ന് പറയുമ്പോഴത്തേക്കും അവർ എത്രത്തോളം അവഗണിച്ചിട്ടും വീണ്ടും വീണ്ടും നിങ്ങൾ അവരുടെ പുറകെ പോയിട്ടുണ്ട്. അതിപ്പോ റിലേഷൻഷിപ്പ് ഏത് രീതിയിലും ആയിക്കൊള്ളട്ടെ, ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫോ ലവേഴ്സ് എക്സ്ട്രാ മെറിറ്റൽ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവരുടെ പുറകെ ബെഗ് ചെയ്ത് പോകുന്ന ഒരവസ്ഥയൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ പോയിട്ടും അവർ നിങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിച്ച്, അല്ലെങ്കിൽ ചിലവരെ സംബന്ധിച്ച് അവഗണിക്കുക, മറ്റു ചിലവരെ സംബന്ധിച്ചിട്ട് യാതൊരുവിധ നിവൃത്തിയില്ലാതെ നിങ്ങൾ അവരുടെ മുമ്പിലേക്ക് പോയി നിൽക്കുന്ന അവസരത്തിൽ പോലും അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ നിങ്ങളെ സ്വീകരിക്കാൻ പറ്റാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യാത്ത വ്യക്തികളൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന ആ ഒരു അവസരത്തിൽ നിങ്ങൾ ചിലപ്പോൾ ബാക്കിലേക്ക് വലിഞ്ഞിട്ട് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സൈലന്റ് ആയിട്ട് പോയിട്ടുണ്ടായിരിക്കും. സൈലന്റ് ആയിട്ട് പോകുക എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പിനെ കംപ്ലീറ്റ്ലി വിട്ടിട്ട് പോവുക എന്നുള്ളതല്ല, നിങ്ങൾ മിണ്ടാതെ ആയിരിക്കുകയാണ്. പിന്നീട് നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്ത് പോവാതിരിക്കുന്ന ഒരു അവസ്ഥയായി മാറിയിട്ടുണ്ട്. എന്നാൽ
ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണോ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു കാര്യമാണ് നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നത്. അവർ നിങ്ങളെ തീർച്ചയായിട്ടും ഈ ഒരു ടൈമിൽ ചേസ് ചെയ്യുന്നുണ്ട്. അവർക്ക് സ്വയം ഒരു കുറ്റബോധം തോന്നിയിരിക്കുന്ന സമയമാണത്. മനസ്സുകൊണ്ടിട്ട് അവർക്ക് ഒരുപാട് വേദനകളുണ്ട്. കാരണം അവർക്കൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിച്ചില്ലല്ലോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സമയത്ത് നിങ്ങൾ ഇത്രത്തോളം പ്രശ്നങ്ങളിലേക്ക് അകപ്പെട്ട് നിന്ന ആ ഒരു ടൈമിൽ അവർക്ക് അവരുടേതായ ഒരു കെയറിങ് നിങ്ങൾക്ക് തരാൻ സാധിച്ചിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അവർക്കൊരു തീരുമാനം എടുത്ത് നിങ്ങൾ ചേർന്ന് നിർത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു കുറ്റബോധം അവരിലുണ്ട്. എങ്കിലും നിങ്ങളോടുള്ള ഒരു സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇൻറ്റ്യൂഷൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ് അവർ ഇനി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അവരുടെ ഇൻറ്റ്യൂഷൻ പറയുക എന്ന് പറയുമ്പോൾ അർഹമായ ഒരു സ്നേഹം നിങ്ങളിലേക്ക് എത്തിക്കുക, നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് നൽകുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് കൊണ്ടുവരിക, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഒരു തുറന്ന സംസാരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് ആഗ്രഹങ്ങൾ ഇങ്ങനെ മനസ്സിൽ നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവർ പറയണം അല്ലെങ്കിൽ നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറഞ്ഞു വരാം. ആദ്യമേ തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സിക്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഈ ഒരു ടൈമിൽ സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നൊസ്റ്റാൾജിയ കാർഡാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്ത, നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു മൊമെന്റ്സ്, ഒരുമിച്ച് യാത്ര ചെയ്തതായിരിക്കാം, ഫുഡ് കഴിച്ചതായിരിക്കാം, ഇനി ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിച്ചിരുന്ന ആ ഒരു മൊമെന്റ്സ് പോലും ആയിരിക്കാം. ഇതെല്ലാം അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടൈമിൽ അവർക്ക് വീണ്ടും അതേ മൊമെന്റ്സ് വേണം. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വീണ്ടും ആ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് അവർ തയ്യാറാണ്. നിങ്ങൾ അവരോട് ക്ഷമിക്കണം, forgive ചെയ്യണം എല്ലാ കാര്യങ്ങളും എന്ന് പറയാനാണ് അവർ ആദ്യമേ തന്നെ ആഗ്രഹിച്ചിരിക്കുന്നത്. കാരണം അവർക്ക് തന്നെ അറിയാം ഈ റിലേഷൻഷിപ്പിൽ അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. പല സത്യങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും അവർ നിങ്ങളുടെ അടുത്തുനിന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹൈഡിങ് നിരന്തരമായിട്ട് വന്നതിന്റെ ഭാഗമായിട്ട് അതൊരു ചീറ്റിംഗ് ആയിട്ട് മാറി. കാരണം ഒരുപാട് ഹൈഡ് ചെയ്യുമ്പോഴാണല്ലോ അത് ചീറ്റിംഗ് ആയിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കംപ്ലീറ്റ്ലി ചീറ്റ് ചെയ്തു എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവർ കംപ്ലീറ്റ്ലി അങ്ങനെ നിങ്ങളെ മറന്ന് ചീറ്റ് ചെയ്തിരിക്കുന്നതല്ല, അവരൊരു ട്രാപ്പിൽ അകപ്പെട്ടിരിക്കുന്നതായിട്ടാണ് അവിടെ കാണിക്കുന്നത്. അവരുടെ ലൈഫിൽ അവരൊരു വലിയ ട്രാപ്പിലേക്ക് അകപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വന്ന സമയത്ത് അവർക്കൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുപോലെ ചിലവരുടെ കേസിലാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾക്ക് വാല്യൂ കൊടുത്തിട്ട്, ഇപ്പൊ ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകൾക്കൊക്കെ ഒരു സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് ഒരു ഉയർച്ചയിൽ നിന്ന വ്യക്തി അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു സാമ്പത്തിക ഉയർച്ച എത്തുന്ന കാര്യങ്ങൾ അവരിലേക്ക് വന്നപ്പോൾ അവർ നിങ്ങളെക്കാൾ കൂടുതൽ വാല്യൂ അതിലേക്കൊന്ന് കൊടുത്തിട്ട് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തു പോയി. ഒരു കണ്ണ് മഞ്ഞളിച്ച് പോകുന്ന ഒരു അവസ്ഥ. ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയപ്പോൾ നിങ്ങളുടെ സ്നേഹം അവർക്ക് കണ്ടില്ല എന്ന് നടിക്കേണ്ടി കുറച്ച് നാളത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു രീതിയിൽ വന്ന സമയത്തായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് വന്നത് കൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് അവർ ചെയ്ത ഒരു തെറ്റാണിത് നിങ്ങളോട് പറയാതെ അവരുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയി, അത് അവരുടെ തെറ്റാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുകയാണ്. ആ ഒരു കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയണം എന്ന് മനസ്സുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നു. അവരുടെ intuition അല്ലെങ്കിൽ അവരുടെ ഉള്ളുകൊണ്ട് അവർ ഇത് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം precious ആണ്. നിങ്ങൾ എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ അത്രത്തോളം വാല്യൂ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം സ്ഥാനം നിങ്ങൾക്കുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ തീർത്തും അവരുടെ തെറ്റാണ് എന്നുള്ളത് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ കാണുന്നത്. അവരുടെ ഉള്ളിൽ നിറഞ്ഞിരുന്ന ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലവിനോടുള്ള ഒരു പ്രണയം, കണക്കുകൂട്ടലുകൾ അവിടെ കാണിക്കുന്നത്. ഒരുപാട് കണക്കുകൂട്ടലുകൾ നിങ്ങളുടെ വ്യക്തിയിൽ ഉണ്ടായിരുന്നു. എങ്ങനെ പെട്ടെന്ന് ഉയർച്ചകളിലേക്ക് എത്താം എന്നൊരു ചിന്തകളെല്ലാം കൂടെ വന്നപ്പോൾ അവർ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അതിനെയെല്ലാം completely release ചെയ്യണം. അവരുടെ തലയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു negativities എല്ലാം completely release ചെയ്തതിന് ശേഷം വളരെ passionate ഓടുകൂടി തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരണം. നിങ്ങളുമായിട്ട് ഒന്ന് തുറന്ന് സംസാരിക്കണം. അതിന് അവർ തയ്യാറായിട്ട് വരികയാണ്. നിങ്ങളും അതിന് തയ്യാറാകണം എന്നാണ് അവർ ആദ്യം തന്നെ നിങ്ങളോട് പറയുന്നത്. കാരണം ആ ഒരു സംസാരത്തിലൂടെ നിങ്ങളുടെ ബന്ധത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു ആടിയുലച്ചുകൾക്കെല്ലാം തന്നെ ഒരു പൂർണ്ണമായ മാറ്റം വന്നിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് ഒരു പൂർവ്വസ്ഥിതിയിലേക്ക്, ആ ഒരു പഴയകാല ഭംഗിയുള്ള ഒരു മൊമെന്റ്സിലേക്ക് തന്നെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അവരുടെ മുന്നിൽ എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും എന്തൊക്കെ രീതിയിലുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതുവരെ അവരൊരു ജഗ്ലിംഗ് എനർജിയിലേക്ക് പോയി എന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെയല്ല. ആ ഒരു രണ്ട് തീരുമാനം എന്നുള്ളതിനെ ഒരെണ്ണം മാറ്റി വെച്ചിട്ട് നിങ്ങൾ എന്നുള്ള ആ ഒരു എനർജിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് അതിലേക്കുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് അവർ തയ്യാറെടുത്ത് കഴിഞ്ഞു.
ഇനി ഒരിക്കലും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറിപ്പോകാനോ അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളയാനോ ചീറ്റ് ചെയ്യാനോ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഹൈഡ് ചെയ്യാനോ ഒന്നും തന്നെ ഇവർ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവരതിന് തയ്യാറല്ല. ഈ ഒരു ബന്ധത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് സ്വന്തം കയ്യിലാണ്. അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സ്വയം ഏറ്റെടുക്കാനായിട്ട് ഞാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇവർ നിങ്ങളോട് പറയുന്നത്. അതുപോലെ സമാധാനപരമായ ഒരു ജീവിതമാണ് ഇനി അങ്ങോട്ട് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇവരൊരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അഡിക്റ്റ് ആയി പോയി, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള മറ്റു പല കാര്യങ്ങളിലേക്ക് പോയ വ്യക്തികളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇനി അവർക്ക് വേണ്ടത് സമാധാനപരമായ ഒരു ജീവിതമാണ്. കാരണം പോയി നിന്ന സ്ഥലത്ത് യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമോ കാര്യങ്ങളോ ഒന്നും തീർച്ചയായിട്ടും അവർക്ക് ലഭിച്ചിട്ടില്ല. മാത്രല്ല അവര് എന്തിന്റെ പുറകെയാണോ പോയത്, നിങ്ങളെ വേദനിപ്പിച്ച് പോയത്, അവിടെ നിന്നും അവർക്ക് തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്കവിടെ ഗുണം കിട്ടിയിട്ടില്ല. അപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി ലഭിച്ചിട്ടുണ്ടായിരിക്കും, മറ്റുള്ള ചിലരെ സംബന്ധിച്ചിടത്തോളം ഉള്ളതും കൂടി പോയൊരവസ്ഥ, പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടുമില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴേക്കും വന്നിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർ പഠിച്ചിരിക്കുന്ന പാഠം എന്ന് പറയുന്നത് ജീവിതത്തിൽ വേണ്ടത് സമാധാനമാണ്. അപ്പൊ ആ ഒരു സമാധാനമാകുന്ന ആ ഒരു പ്രാവ്, ഒരു വെള്ളരിപ്രാവ് എന്നൊക്കെ പറയുന്നത് പോലെ അതിനെ കൈകളിൽ ഏന്തിക്കൊണ്ടാണ് ഇനി അവരുടെ യാത്ര എന്ന് പറയുന്നത്. ഈ യാത്രയാണ് ഏറ്റവും സമാധാനം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേർന്ന ആ ഒരു ലൗകികമായിട്ടുള്ള ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അതിനെ ഒരു വിജയത്തിലേക്ക് എത്തിക്കുക. നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് തരിക, അതോടൊപ്പം അവർക്കും ഒരു ജഡ്ജ്മെന്റ് ലഭിക്കുക. ഈ ഒരു റിലേഷൻഷിപ്പിലെ ഒരു റീബർത്തിലേക്ക് കൊണ്ടുപോകണം. അതായിരിക്കും അവരുടെ ഏറ്റവും കൂടുതൽ വലിയ സന്തോഷം എന്നുള്ളത് അവരിപ്പോൾ മനസ്സിലാക്കുകയാണ് എന്നുള്ള നഗ്നമായ സത്യമാണ് അവർ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ സിക്സ് ഓഫ് കപ്സ് വന്നതുപോലെ തന്നെയാണ് ഇവിടെ കിങ് ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നത്. ഇത് ഒരു നൊസ്റ്റാൾജിയ കാർഡാണ്. ആ ഒരു വ്യക്തിയുടെ ചിന്തകളിൽ, അവരുടെ ഊണിലും ഉറക്കത്തിലും എന്നതുപോലെ ഫുൾ ടൈം നിങ്ങളെക്കുറിച്ചൊരു ഓർമ്മകളാണ് ഈ രണ്ടിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു നായ എന്ന് പറയുന്നത് ആ ഒരു ഭൂതകാലത്തിന്റെ ഓർമ്മയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കഴിഞ്ഞു പോയിരിക്കുന്ന ആ ഒരു നല്ല നല്ല മെമ്മറീസിന്റെ ഒരു പ്രതീകമാണ് ഈ ഒരു നായ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാർഡിൽ വന്നിരിക്കുന്ന ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഇപ്പോഴും ആ ഒരു പഴയകാല ഓർമ്മയിൽ തന്നെ സ്റ്റക്ക് ആയിട്ടാണ് നിൽക്കുന്നത്. അതോടൊപ്പം അവർ നിങ്ങളെ ചേസ് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അവർ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അവരുണ്ട്. അതുപോലെ അവരെ ഏൽപ്പിച്ച ആ ഒരു മുറിവും നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മുറിവിനെ എത്രയും വേഗം ഉണക്കണമെന്നും ആ ഒരു മുറിവിനെ ഉണക്കിക്കൊണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ വീണ്ടും ഒരു ദൃഢമാർന്ന രീതിക്ക് ആ ഒരു റിലേഷൻഷിപ്പിനെ നല്ലൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്നുമാണ് അവർ ചിന്തിക്കുന്നത്. ആ ഒരു പഴയ ഓർമ്മകളിലേക്ക് വരുമ്പോഴേക്കും, ആ ഒരു നൊസ്റ്റാൾജിയ മെമ്മറീസിലേക്കൊക്കെ വരുമ്പോൾ അവരുടെ മനസ്സിലേക്കും അവരുടെ മുഖത്തും ഒരു പുഞ്ചിരി വിടരുന്നുണ്ട്. കാരണം അത്രത്തോളം മനോഹരമായ ഒരു കാലഘട്ടമായിരുന്നു അത്. അല്ലാതെ ഈ ഒരു ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോയതല്ല ജീവിതം എന്ന് പറയുന്നത്. സന്തോഷവും സമാധാനവും എവിടെയാണോ ഉള്ളത് അതാണ് യഥാർത്ഥ ജീവിതം എന്നുള്ളത് അവരിപ്പോ തിരിച്ചറിയുകയാണ്. ജീവിക്കാൻ വേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അല്ലാതെ ഒരു ആക്രാന്തം, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ അഹങ്കാരം, അത്രത്തോളം കാര്യങ്ങളിലേക്ക് അല്ല പോകേണ്ടത്. അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റി നിങ്ങളുടെ വ്യക്തിയിലേക്ക് മനസ്സിലായിരിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു അർത്ഥ കൈക്ക് ഉപ്പ് തേക്കില്ല എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര ഒരു പിശുക്കൊക്കെ ഉള്ളവരായിരിക്കാം. ചിലരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ഉള്ളവരായിരിക്കാം, ചിലവർക്ക് ഇല്ലാത്തവരും ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി. അപ്പൊ ഏത് രീതിയിലുള്ളവരാണെന്നുണ്ടെങ്കിലും ഭയങ്കര പിശുക്കൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ ആ ഒരു ക്യാരക്ടറിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ടെമ്പറൻസ് ആണ്. മിതത്വത്തോടുകൂടി ജീവിക്കാനായിട്ട് പഠിച്ചിരിക്കുന്നു. ജീവിതത്തിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പഠിച്ചിരിക്കുകയാണ്. അർഹമായ രീതിയിൽ എല്ലാം മറ്റുള്ളവരിലേക്ക് നൽകണം. എല്ലാം തുറന്നു തന്നെ സംസാരിക്കണം. അതുപോലെ അടുപ്പിക്കേണ്ട വ്യക്തികളെ മാത്രം ജീവിതത്തിലേക്ക് അടുപ്പിക്കുക. ഈ ഒരു ചിന്തകളൊക്കെ അവരിൽ വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിക്ക് അർഹമായ സ്നേഹം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് തന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നൊരു ചിന്തയിലാണ് അവരിയ്ക്കുന്നത്. യൂണിവേഴ്സുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് അടുത്തിട്ടുണ്ട്. ആ ഒരു അടുപ്പം എന്ന് പറയുന്നത് അവരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉളവാക്കിയിട്ടുണ്ട്. ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡിലൂടെ കടന്നു വന്നിരിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിരിക്കുന്നു. ആ ഒരു പാഠങ്ങളിലൂടെ ഇവിടെ നമുക്ക് രാത്രിയും പകലും കാണാൻ, അതായത് സൂര്യനെയും ചന്ദ്രനെയും കാണാൻ സാധിക്കും. രണ്ടും റിയലൈസ് ചെയ്യാൻ പഠിച്ചിരിക്കുന്നു. സൂര്യനെയും ചന്ദ്രനെയും റിയലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ നല്ല വ്യക്തികളെയും ചീത്ത വ്യക്തികളെയും ഒക്കെ മനസ്സിലാക്കാനായിട്ട് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ലതും ചീത്തയും എന്താന്നുള്ളതൊക്കെ ഇപ്പൊ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആദ്യ സമയത്ത് അത് തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സാമ്പത്തിക കാര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലേക്കോ അട്രാക്റ്റ് ആയി അഡിക്റ്റ് ആയി മാറിപ്പോയിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ അതിനൊക്കെ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. എന്താണ് യഥാർത്ഥമായിട്ട് ജീവിതത്തിൽ വേണ്ടത്, എന്തിന്റെ പുറകെ പോയാലാണ് സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം ലഭിക്കുക എന്നുള്ള ഒരു തിരിച്ചറിവ് ഇവരിൽ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് അല്ല നിങ്ങളോട് പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. എയ്റ്റ് ഓഫ് wands ആണ് വന്നിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ കാർഡാണ്. അതും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കാർഡാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യണം, നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണം, ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്ന് പറയണം.
അല്ലാന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് ഡൗൺ സ്റ്റേജിലേക്കാണ് ഓരോ നിമിഷവും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സിക്സ് ഓഫ് സോഴ്സ് ആ വന്നിരിക്കുന്നത്. അവർ ഒരുപാട് നെഗറ്റിവിറ്റി, ഒരുപാട് വിഷമങ്ങളിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. ആ ഒരു വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും അവർക്ക് ഷെയർ ചെയ്യാൻ ഇപ്പൊ തൽക്കാലം അവരുടെ ലൈഫിൽ ആരും തന്നെ ഇല്ല എന്നുള്ളത് കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അവരിങ്ങനെ രാത്രി കാലങ്ങളിലെല്ലാം അവർ ചിന്തിക്കുന്ന ഒരു കാര്യങ്ങൾ ഇതെല്ലാമാണ്. അവരുടെ കൂടെ ഇപ്പൊ ആരുമില്ല. ചിലപ്പോൾ നിങ്ങൾ രാത്രി കാലങ്ങളിൽ എന്നൊക്കെ ഇവിടെ പറയാൻ കാരണം ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തികളായിരിക്കും. ലേറ്റ് നൈറ്റിൽ പോലും ഒരുപാട് ഫോൺ ചെയ്തിട്ടാണെങ്കിലും ഒരുപാട് സംസാരിക്കുന്നവരായിരിക്കാം. ലേറ്റ് നൈറ്റ്സ് മാത്രമല്ല, അല്ലാത്ത സമയങ്ങളിലാണെങ്കിലും ഒരുപാട് വാതോരാതെ സംസാരിക്കുന്ന വ്യക്തികളായിരിക്കും. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. അങ്ങനെയൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ബന്ധം നേരത്തെ വന്നുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്തൊക്കെ അവർ ആനന്ദിച്ചിരുന്ന അല്ലെങ്കിൽ സന്തോഷിച്ചിരുന്ന ഒരു നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു നിമിഷങ്ങളെല്ലാം വീണ്ടും ജീവിതത്തിലേക്ക് കടന്നു വരണം. അതിലേക്ക് തന്നെ വീണ്ടും ജീവിതത്തിലേക്ക് എത്തിക്കണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴത്തെ എല്ലാ നെഗറ്റിവിറ്റികളെയും പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്ത് ഉപേക്ഷിച്ചതിന് ശേഷം ഈ ഒരു കാര്യങ്ങളെല്ലാം വീണ്ടും പഴയതുപോലെ തന്നെ ലൈഫിലേക്ക് വന്നിട്ട് നിങ്ങളുമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് ആ ഒരു സന്തോഷാവസ്ഥയിലേക്ക് തന്നെ ജീവിതത്തിനെ എത്തിക്കണം. ഒരു ജഡ്ജ്മെന്റ് തനിക്ക് ലഭിക്കണം. അതിന് നിങ്ങളുടെ ഒരു സഹായം, നിങ്ങളുടെ ആ ഒരു മനസ്സ് വേണം. നിങ്ങൾ അതിന് തയ്യാറാകണം. അവർ ചെയ്ത തെറ്റുകളെല്ലാം അവർ നിങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാണ് എന്ന് മനസ്സുകൊണ്ട് അവർ നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ അവർക്കൊരു മാപ്പ് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അവർക്കൊരു അവസരം കൊടുക്കണം. അവരുടെ മനസ്സുകളാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിനെ ഏറ്റിരിക്കുന്ന ആ ഒരു നെഗറ്റിവിറ്റി ആണെന്നുണ്ടെങ്കിലും ആ ഒരു ചിന്തകളാണ്, ബാഡ് ആയിട്ടുള്ള ചിന്തകളാണെന്നുണ്ടെങ്കിലും അതൊന്നും ഇപ്പൊ അവരുടെ മനസ്സിൽ ഇല്ല. അവരിപ്പോൾ നന്മയുടെ പുറകെയാണ് അല്ലെങ്കിൽ നേരായ വഴിയിലൂടെ മാത്രമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നേരായ രീതിയിൽ ഒരു വിജയം കൈവരിക്കാനുള്ള ചിന്തയിൽ തന്നെയാണ് പോകുന്നത്. അല്ലാതെ മറ്റു പല രീതികളുടെ അഡിക്ഷൻസിന്റെ പുറകെ അല്ല അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് തുറന്ന് പറഞ്ഞിട്ട് നിങ്ങളിൽ നിന്നൊരു ജഡ്ജ്മെന്റ് ലഭിക്കണം എന്നാണ് അവരിപ്പോ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും. അവരുടെ തോട്ട്സ് ആ ഒരു രീതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിപൂർവ്വം തന്നെ ഒരു വിജയം ഇതിൽ കൊണ്ടുവരണം. ബുദ്ധിപൂർവ്വം എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളോട് സംസാരിച്ചിട്ട് മറ്റാരെയും ഇതിലേക്ക് അടുപ്പിക്കാതെ ഈ ഒരു കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്ത് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇവർ നിങ്ങളെ ചേസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ വിശ്വസിക്കുന്ന ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. അവർ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയിൽ, ആ ഒരു മദർ യൂണിവേഴ്സിൽ ഇവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രേ ചെയ്യുന്നുണ്ട്. സ്പിരിച്വലി ഭയങ്കര കണക്റ്റഡ് ആയിട്ട് മാനിഫെസ്റ്റേഷൻ കാർഡ് ആണ് വന്നിരിക്കുന്നത്. അവർ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മനസ്സും ശരിയാകണം. കാരണം നിങ്ങൾക്ക് ഏറ്റിരിക്കുന്ന അല്ലെങ്കിൽ ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന മുറിവ് എന്ന് പറയുന്നത് വളരെ വലുതായതുകൊണ്ട് തന്നെ അതിലൊക്കെ നിങ്ങളുടെ മനസ്സ് ഒന്ന് okay ആവണം. അർഹമായ സ്നേഹം നിങ്ങളിലേക്ക് നൽകാനായിട്ട് ഇവർ ഇനി എല്ലാ രീതിക്കും തയ്യാറാണ്. അവരുടെ ഇമോഷൻസിനെ എല്ലാവരും ഒരുപാട് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ പല രീതിയിലാണ് ഇമോഷൻസ് വരുന്നത്. ദേഷ്യം, സങ്കടം, വെറുപ്പ് കാര്യങ്ങൾ മാത്രമല്ല, മനസ്സിടറി പോകുന്ന ഇമോഷൻസ്, പല കാര്യങ്ങളിലേക്കും പെട്ടെന്ന് അട്രാക്റ്റ് ആയിട്ട് പോകുന്ന ഒരു രീതിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് അവരിപ്പോൾ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ അവർ വിജയം നേടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ബാക്കിയുള്ളത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടിയാണ് അവർക്കിപ്പോൾ വേണ്ടത് എന്നുള്ളതാണ് അവർ പറയുന്നത്. നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന അവരുടെ ആ ഒരു സപ്പോർട്ട് തന്നെയാണ് അവരുടെ എല്ലാവിധ ഉയർച്ചകൾക്കും അവരുടെ സന്തോഷങ്ങൾക്കും അതിനേക്കാൾ ഉപരി സഹായകരമായിട്ടുള്ളത്. അപ്പൊ ഇനിയും മുന്നോട്ടേക്ക് നിങ്ങളുടെ അതേ രീതിയിലുള്ള സപ്പോർട്ട് അവർക്ക് വേണം. അവർ അർഹമായ രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ അടുത്ത് ഇനി നിൽക്കുകയുള്ളൂ. മറ്റൊരു രീതിയിലേക്കും മറ്റൊരു കൈകളിലേക്കും പകർന്നു പോകാത്ത രീതിയിൽ ആ ഒരു സ്നേഹം മുഴുവനായി നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെ തരാനായിട്ട് അവർ തയ്യാറാണ്. ഈ ഒരു ബന്ധത്തിൽ ഒരു ഉയർച്ച വേണം, ഒരു വിജയം വേണം എന്നുള്ളത് അവരിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു സോൾ ടൈ കൊണ്ടുവരണം. ഞാൻ എപ്പോഴും ഫീൽ ചെയ്യുന്നത് നീയുമായിട്ട് കണക്ട് ആവാനാണ്. അറിയാതെ പറ്റിപ്പോയ ഒരു കാര്യങ്ങളുടെ പേരിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഇനി മുന്നോട്ടേക്ക് ഒരുപാട് കൊണ്ടുപോകാതെ അതിനെയെല്ലാം കംപ്ലീറ്റ്ലി പറഞ്ഞു തീർത്തതിന് ശേഷം, സോൾവ് ചെയ്തതിന് ശേഷം ഒരു പുതിയ ചാപ്റ്റർ നിങ്ങളുമായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നതും അവരിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അവരുടെ മനസ്സ് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ചിന്തിക്കുന്നതും പറയുന്നതും. അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ അവർ അവരുടെ മനസ്സിനോടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ അതാണ്. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇതുവരെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലോ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിലോ ഒക്കെ നിന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ടൈം കളയരുത്. കാരണം ഇപ്പോൾ തന്നെ അവരിൽ ഒരുപാട് റിഗ്രറ്റ് ഫീൽ ഉണ്ട്. അവരായിട്ടാണ് ഇങ്ങനത്തെയൊക്കെ സംഭവിക്കാനുള്ള ഒരു കാരണം എന്നുള്ളത്. അപ്പൊ ഇനി അങ്ങനെ ടൈമോ കാര്യങ്ങളോ ഒന്നും കളയാതെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജോ കാര്യങ്ങളിലോ ഒന്നും നിൽക്കാതെ എത്രയും വേഗം ഇതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്തതിന് ശേഷം ഈ ഒരു ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവന്നിട്ട് ആ ഒരു പുതിയ ചാപ്റ്റർ നിങ്ങളുമായിട്ട്
സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകണം. കാരണം ഇപ്പൊ അവരുടെ ലൈഫിൽ എന്ന് പറയുന്നത് അവർ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല. അൺസാറ്റിസ്ഫൈഡ് ആയിട്ടാണ് അവരുടെ ലൈഫിൽ അവർ നിൽക്കുന്നത്. കാരണം അവർക്ക് ഒട്ടും ഹാപ്പിനെസ് ഇല്ല. സന്തോഷം എന്താണ് എന്നുള്ളതൊന്നും അവർക്ക് അറിയാതെ എപ്പോഴും ഒരു ആലോചനാവസ്ഥ, എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ കാര്യത്തിൽ ഒരു ജഗ്ലിങ്, ഒരു നിലനിൽപ്പില്ലാതെ ആടി ഉലയുന്ന ഒരു സിറ്റുവേഷൻ, ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് അതിനൊക്കെ ഒരു മാറ്റം വേണം. അതുപോലെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മുന്നോട്ടേക്ക് പോകവേ ഈ ഒരു പ്രശ്നങ്ങളിലേക്കൊക്കെ അടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവർ ചിലപ്പോൾ നിങ്ങളെ അവഗണിച്ചിരിക്കുന്ന കുറേയധികം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇപ്പൊ ഒരു ഫാമിലി ലൈഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങൾക്കൊന്നും ഒരു അപ്രീസിയേഷൻ നൽകാതിരിക്കുക. നേരത്തെ അങ്ങനെ ആയിരിക്കില്ല. എപ്പോഴും എല്ലാ കാര്യങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തികൾ, നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല വാക്കുകൾ കേൾക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവർ അതിനെ ഒന്നും വലിയ കാര്യമായിട്ട് ഗൗനിച്ചിരുന്നില്ല എന്നുള്ളത് അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. അവർ മെമ്മറിയിലേക്ക് പോയിരിക്കുകയാണ്. മെമ്മറീസിലേക്ക്, ആ ഒരു പഴയകാല ഓർമ്മകളിലേക്ക് പോയപ്പോൾ കഴിഞ്ഞു പോയിരിക്കുന്ന ഈച്ച് ആൻഡ് എവറി മൊമെന്റ്സ് അവരുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അവർ ഇതും കൂടെ മനസ്സിലേക്ക് ഓർക്കുകയാണ്. അങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതിന്റെ ഭാഗത്തും തന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ആ ഒരു തെറ്റുകളെല്ലാം തിരുത്താനായിട്ട് അവരിപ്പോൾ തയ്യാറെടുക്കുകയാണ്. അതുപോലെ നിങ്ങളെയും ആ ഒരു വ്യക്തിയെയും തമ്മിൽ ഒരിക്കലും പിരിക്കാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. അല്ലെങ്കിൽ അവരതിന് സമ്മതിക്കുകയില്ല. മനസ്സുകൊണ്ട് അവരതിന് തയ്യാറല്ല. ഇപ്പൊ നിങ്ങൾ അകന്നിരിക്കുന്ന ഈ ഒരു സമയമാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അവരോടുള്ളതും അവർക്ക് നിങ്ങളോടുള്ളതും ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് കൊണ്ടൊന്നും ഒരിക്കലും തകർക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം നമ്മൾ പറഞ്ഞതുപോലെ അവർ നിങ്ങളെ ചേസ് ചെയ്തപ്പോൾ അറിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിലെ സ്നേഹം എത്രത്തോളമാണ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു മനസ്സിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അവർ ചിന്തിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. എത്രയൊക്കെ അകലെയാണെന്നുണ്ടെങ്കിലും ആത്മാർത്ഥമായ സ്നേഹമായതുകൊണ്ട് തന്നെ ഇതിനെ ഒരിക്കലും ഒരു ഡിസ്റ്റൻസിനും കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. അതുപോലെ നിങ്ങൾ അവരോട് ക്ഷമിക്കണം. എല്ലാ കാര്യങ്ങളും അവർ നിങ്ങളുടെ മുന്നിലേക്ക് റിവീൽ ചെയ്യാനായിട്ട് തയ്യാറാണ്. അതുപോലെ ഇതുവരെ അവർ ഒരു ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലല്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഇനി അവർ ആ ഹോൾഡ് ചെയ്തിരുന്ന അവരുടെ സ്നേഹം കംപ്ലീറ്റ്ലി നിങ്ങളുടെ മുന്നിലേക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അത് അവരുടെ ഒരു മിസ്റ്റേക്ക് ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത്. കാരണം എല്ലാം മനസ്സിൽ വെക്കാതെ പുറമേ കാണിച്ചാൽ മാത്രമാണ് അതിനൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ. നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ മുംതാസ് താജ്മഹൽ കണ്ടിട്ടില്ല. അപ്പൊ അതുപോലെയാണ് അവർ ചിന്തിക്കുന്നത്. കാരണം മാറി അകന്നു പോയതിനു ശേഷം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ കൂടെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്ത് തന്നെ കാണിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ അതൊരു വലിയ മിസ്റ്റേക്ക് ആയി പോകും. അപ്പൊ ആ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ ഏറ്റെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതൊരു സന്തോഷകരമായിട്ട് തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് പറഞ്ഞു തമാശിച്ചിരുന്ന കാര്യങ്ങള്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ രൂപയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കളിതമാശ, ആ ഒരു നല്ല നല്ല മൊമെന്റ്സിൽ ആ ഒരു കാര്യങ്ങളെല്ലാം, നിങ്ങളുടെ ആ ഒരു ജോക്സ് കാര്യങ്ങളെല്ലാം ഇവർക്ക് ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. കാരണം ആ ഒരു ബ്രോക്കൺ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെയധികം ഒരു അടഞ്ഞ അവസ്ഥയാണ്. ജീവിതത്തിൽ എല്ലാ രീതിക്കും വഴിമുട്ടി നിൽക്കുക എന്ന് പറയുന്നത് പോലെ ഒരു അടഞ്ഞ അവസ്ഥയായി പോയി. കാരണം നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർ നിങ്ങളുടെ ഒരു വാല്യൂ കാര്യങ്ങളോ ഒന്നും ഗൗനിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ പോയ സമയത്താണ് അവർക്ക് നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലായിരുന്നത്. കാരണം നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും അവർക്ക് സപ്പോർട്ടീവ് ആയിരുന്നു. എപ്പോഴും അവരോട് വിളിക്കുക, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക. ഇപ്പൊ അവരെ വിളിക്കാനോ അന്വേഷിക്കാനോ കാര്യങ്ങൾക്കൊന്നും ആരും ഇല്ലാതിരിക്കുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് പോയപ്പോൾ അവർക്ക് അത് ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ സിറ്റുവേഷൻ കൊണ്ടാണ് അവർ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഒരു ട്രാപ്പിൽ അകപ്പെട്ട് പോയത് കൊണ്ടിട്ടാണ്, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത് കൊണ്ടിട്ടാണ് എന്നുള്ള കാര്യങ്ങൾ അവരോട് പറയുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ ആദ്യമേ തന്നെ വന്നു, രണ്ട് രീതിയിലുള്ള ഒരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു. ചിലവരെ സംബന്ധിച്ചിടത്തോളം സാഹചര്യങ്ങളാണ്, ചിലവരെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിച്ച് പോയ വ്യക്തികളുമാണ്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതനുസരിച്ചിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. അപ്പൊ രണ്ട് വ്യക്തികളും പക്ഷെ ഒരുപോലെ തന്നെയാണ് ചിന്തിക്കുന്നത്. കാരണം റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെന്റ് വേണം. നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ലൈഫിലെ ഒരു പാർട്ടാണ്. അപ്പൊ ആ ഒരു പാർട്ടിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ആ ഒരു കോൺവെർസേഷനിലൂടെ, അല്ലെങ്കിൽ ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ, അത് നേരിട്ടാണെന്നുണ്ടെങ്കിലും ആദ്യമേ തന്നെ നിങ്ങളുടെ അടുത്ത് കോൺടാക്ട് ചെയ്ത് നിങ്ങളൊന്ന് നേരിട്ട് കാണണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സൗണ്ട് ഒന്ന് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ആ ഒരു സോൾ കോൺട്രാക്ട് വീണ്ടും ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം, ഒരു രീതിയിലും വിട്ടു പോകാത്ത രീതിയിൽ. അതുപോലെ അവരുടെ ലൈഫിൽ നിന്നും നിങ്ങൾ ഒരിക്കലും റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് അവർക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാ പറയുന്നത്. നിങ്ങളുടെ ആ ഒരു ബന്ധവുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ ഫിക്സ് ചെയ്യണം.
മൈൻഡ് ഫുള്ളി ഒരു ഡൗൺ സ്റ്റേജ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്തകളിലാണ്. ഡൗൺ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തകളിലാണ്. ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുക. ആ ഒരു സ്ട്രെസ്സിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഈ ഒരു സ്ട്രെസ് അനുഭവിക്കുമ്പോൾ അവരൊരു ഡ്രെയിനിങ് സ്റ്റേജിലേക്കാണ്. അവരുടെ എനർജീസ് ഫുള്ള് ഡ്രെയിൻ ആയി പോവുകയാണ്. ചോർന്നു പോകുന്ന ഒരു അവസ്ഥ. ഒരുപാട് ചിന്തകൾ വരുമ്പോൾ. എങ്കിലും ഹോപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ് അവരിപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. ആ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ ചേസ് ചെയ്യുമ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു എനർജീസ് ആണ്. നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു വാല്യൂം, നിങ്ങൾ ഇപ്പോഴും അവരെക്കുറിച്ച് ഓർത്തിരിക്കുന്ന കാര്യങ്ങളും, ഇതെല്ലാമാണ് അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ. അവരൊരിക്കലും എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങളെ ചേസ് ചെയ്ത സമയത്ത് അവർ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് അവരോടുള്ള ഒരു സ്നേഹമാണ്. ഇത്രത്തോളം വേദനിപ്പിച്ചിട്ടും ആ ഒരു മുറിവ് അവരുടെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിലും ഇപ്പോഴും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്നേഹം മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് അവരിലേക്ക് ആ ഒരു റിഗ്രറ്റ് ഫീൽ വരുന്നത്. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു ഫീൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി എന്തായാലും നിങ്ങൾ ഒരിക്കലും വിട്ട് കളയില്ല. അല്ലെങ്കിൽ നിങ്ങളെ പോലെ ഒരിക്കലും മറ്റാരെയും അവരുടെ ലൈഫിൽ അവർക്ക് ലഭിക്കുകയില്ല എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൂർണ്ണമായിട്ട് നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ആ ഒരു വ്യക്തി ഇപ്പോൾ ശ്രമിക്കുകയാണ്. ഇതുവരെ അവർ നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല പൂർണ്ണമായിട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ആബ്സെൻസിലാണ് അവർ നിങ്ങളെ മനസ്സിലാക്കുന്നത്. നിങ്ങൾ അവരെ ചേസ് ചെയ്ത സമയത്ത് അവരൊരു റണ്ണർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ ആ ഒരു സ്പേസ്, ഇതെല്ലാം അവർ മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാണ് ഇതിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഹാബിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ഹാബിറ്റ്സ് ഉപേക്ഷിക്കാനും തയ്യാറായിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനിയിലേക്ക്, നിങ്ങളാകുന്ന ഒരു ഡെസ്റ്റിനിയിലേക്കുള്ള ഒരു യാത്രയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവർ മിസ്സാക്കി കളഞ്ഞതിലൊക്കെ അവർക്ക് ഒരുപാട് വിഷമവും വേദനകളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് ടൈമോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു റീയൂണിയന് വേണ്ടിയിട്ട്. അതുപോലെ ഈഗോ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഈഗോ കാര്യങ്ങളൊക്കെ മാറ്റിമറിക്കാനായിട്ട് അല്ലെങ്കിൽ അതിലേക്കൊന്നും ഫോക്കസ് ചെയ്യാതെ റിലേഷൻഷിപ്പിന്റെ ഒരു സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ തന്നെയാണ് അവർ ചിന്തിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, അവർ മനസ്സിൽ ചിന്തിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. എത്രയും വേഗം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരണം. അതിനുശേഷം എത്രയും വേഗം ഇതിനൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തിട്ട് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. പൂർണ്ണമായിട്ട് നിന്നുപോയൊരു ബന്ധമാണെന്നുണ്ടെങ്കിൽ ആ ഒരു റീബർത്ത് ഇതിൽ സംഭവിക്കണം. നിങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് ഇപ്പൊ ഫേസ് ചെയ്യുന്ന എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതിനെ കംപ്ലീറ്റ്ലി ഡെത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിന്നും ഇതിനൊരു റീബർത്ത്, ഒരു പുനർജന്മം പോലെ, ഒരു പുതിയ തുടക്കം പോലെ, ഒരു ന്യൂ ചാപ്റ്റർ വീണ്ടും തുടങ്ങണം. കാരണം അത്രത്തോളം നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഇവരുടെ മനസ്സിൽ നിൽക്കുന്നത്. ലവേഴ്സ് എനർജി നെക്സ്റ്റ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. പ്രണയമാണ് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വളരെയധികം പ്രണയം തോന്നിക്കൊണ്ടിരിക്കുന്നു. അവർ നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം എത്രയും വേഗം നിങ്ങളെ അറിയിക്കണമെന്ന് മനസ്സുകൊണ്ടിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ മുന്നിൽ ഉണ്ട് എന്നുള്ള രീതിക്ക് ഒരു ഡ്രീം ചെയ്തിട്ട്, ഒരു ഡേ ഡ്രീം പോലെ അല്ലെങ്കിൽ നൈറ്റ് ഡ്രീം പോലെ നിങ്ങളെ മുന്നിലേക്ക് വിഷ്വലൈസ് ചെയ്തിട്ട് ആ ഒരു മാനിഫെസ്റ്റേഷനിലൂടെ അവരെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുകയാണ്. ഈ ഒരു രീതിയിൽ നിങ്ങളോട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് വിഷ്വലൈസേഷൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ അവർ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. വളരെയധികം ഹോപ്പ് വെച്ചിട്ട് തന്നെയാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ നിങ്ങളുമായിട്ട് എത്രയും വേഗം കണക്ട് ആവുക. ആ ഒരു കാര്യങ്ങൾ മാത്രമല്ല, ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 8 of Wands വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. ഇപ്പൊ മനസ്സുകൊണ്ട് അവർ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ, നിങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം എത്രയും വേഗം നേരിട്ട് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഈ ഒരു ക്ലൂസും ഒക്കെ ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. വയനാട് എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. അനിഴം സ്റ്റാർ ആണ്. 28 ജാനുവരി മന്ത്. മകം നക്ഷത്രമാണ്. N എന്നൊരു ലെറ്റർ. 1968. V എന്നൊരു ലെറ്റർ. G എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ചോതി നവംബർ. H എന്നൊരു ലെറ്റർ. 28. M എന്നൊരു ലെറ്റർ. കാലിക്കറ്റ് എറണാകുളം. 24 ട്രിവാൻഡ്രം. രോഹിണി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. D എന്നൊരു ലെറ്റർ. രേവതി എന്നൊരു സ്റ്റാർ. D again വന്നിട്ടുണ്ട്.
ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ബി എന്നൊരു ലെറ്റർ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ ഒന്ന് ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിനെ ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്ത് അറിയിച്ചോളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.